Hi everyone, welcome back to Groww Malayalam. മാർക്കറ്റിൽ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിഫ്റ്റി 50 വോളറ്റൈൽ ആയിട്ട് തന്നെ നിന്നു. അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഇടയ്ക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ചില സെക്ടേഴ്സ് ആ ഒരു ഓൾ ടൈം ഹൈയുടെ മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ അടുത്ത് ഓൾ ടൈം ഹൈയുടെ മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകിയ 3 ഔട്ട് പെർഫോമിംഗ് സെക്ടേഴ്സ് എന്നുള്ള 3 സ്റ്റോക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു സ്റ്റോക്സിന്റെ ഫണ്ടമെന്റ്സ് റിയലി ഒരു ബ്രേക്ക്ഔട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് വരുന്നത് TVS മോട്ടോഴ്സ് കമ്പനിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് മൊമെന്റത്തിലായിരുന്നു. ഒക്ടോബർ 2025 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കുറച്ചൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഡിസംബർ 2025 ബ്രേക്ക്ഔട്ട് നൽകി. അതുപോലെ അപ്വേർഡ് ട്രെൻഡ് ഇവിടെ കണ്ടിന്യൂ ചെയ്തു. വാല്യൂഷൻ സൈഡിലെ കമ്പനി പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. P62.56x, അതിൽ PG 1.55. അപ്പൊ ഇത് ഹീറോ, ഏഷ്യ പോലത്തെ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കൂടുതലാണ്. ഇവിടെ EV/EBITDA അറൌണ്ട് 26x ആണ്. ഇത് ബജാജ് അത് ഹീറോയിനേക്കാളും കൂടുതലാണ്. പക്ഷെ ഏഷ്യറിനേക്കാളും ചെറുതായിട്ട് കുറവാണ്. ഇനി നമ്മൾ ഒരു ബിസിനസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ TVS മോട്ടോഴ്സ് ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ 2 വീലർ മാനുഫാക്ചർ ആണ്. അപ്പൊ കമ്പനി മോപ്പഡ്, സ്കൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾസ്, പ്രീമിയം ബൈക്സ് അതിൽ 3 വീലേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ 90ലധികം രാജ്യങ്ങളിലേക്ക് ഇവർക്ക് പ്രസൻസ് ഉണ്ട്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, അതിൽ യൂറോപ്പ് എമ്പാടുമായിട്ട്. 2024-25 ഫൈനാൻഷ്യൽ ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ 6.4% ഇയർ ഓവർ ഇയർ 0.2% ഇംപ്രൂവ് ചെയ്തുകൊണ്ട്. അതുപോലെ എക്സ്പോർട്സ് റവന്യൂലേക്ക് 24% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സെഗ്മെന്റ് വൈസ് ഓട്ടോമോട്ടീവ് വെഹിക്കിൾസ് ആൻഡ് പാർട്സ് ആണ് കോർ ബിസിനസ്. ടോട്ടൽ ഇൻകത്തിലേക്ക് ഏകദേശം 87% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ക്വാർട്ടർലി നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഇപ്പൊ ഡിസംബർ 2025 ക്വാർട്ടറിൽ സെയിൽസ് 14,756 കോടി എത്തി. ഇയർ ഓവർ ഇയർ 33.7% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇപ്പൊ സ്ട്രോങ് വോളിയം എക്സ്പാൻഷൻ ആണ് ഈ ഗ്രോത്ത് വന്നേക്കുന്നത്. ഇപ്പൊ ഡൊമസ്റ്റിക് 2 വീലർ IC, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വെഹിക്കിൾ 21% വളർന്നു. ഇപ്പൊ ടോട്ടൽ 2 വീലർ IC സെയിൽസ് 25% കൂടി. ഇന്റർനാഷണൽ ബിസിനസ് 35% വളർന്നു. ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽ 40% കൂടി 1 ലക്ഷം യൂണിറ്റ്സ് കടന്നു. 3 വീലേഴ്സ് വോളിയം ഇരട്ടിയിലധികം ഇവിടെ ആയി. അപ്പൊ ഇതെല്ലാം കളക്റ്റീവ്ലി ടോപ്പ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്തിനേക്കാളും ചെറുതായിട്ട് കുറവാണ്. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ബെനിഫിറ്റിന് കാരണമായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ ഏകദേശം 39% കൂടി. അതിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 15% സ്റ്റേബിൾ ആയിട്ട് നിന്നു. അലുമിനിയം, കോപ്പർ, പ്ലാറ്റിനം പോലുള്ള കമ്മോഡിറ്റീസിന്റെ പ്രൈസ് കൂടി. നോർമലി ഇത് കമ്പനിയുടെ കോസ്റ്റ് കൂടുമ്പോൾ അങ്ങനെ ആവുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ഇവിടെ കുറയും. പക്ഷെ ഇവിടെ കമ്പനി ചെയ്ത് കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ അവർ ആവറേജ് കോസ്റ്റ് ഇവിടെ അവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. കോസ്റ്റ് കൺട്രോൾ അവർ ചെയ്തു. പിന്നെ പ്രൊഡക്റ്റ് പ്രൈസ് ചെറിയ പെർസെന്റേജിൽ മാത്രമേ അവർ കൂട്ടുള്ളൂ. അതായത് 0.2 മുതൽ 0.3%. അപ്പൊ ഇങ്ങനെ ആയപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയെങ്കിലും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതർ ഇൻകം ഇയർ ഓവർ ഇയർ ഏകദേശം 186% ഇടിഞ്ഞു. എന്നാൽ ബോട്ടം ലൈനിൽ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇമ്പാക്ട് വിസിബിൾ ആയിരുന്നു. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 46% കൂടി. അതിൽ നെറ്റ് മാർജിൻ 52 ബേസിസ് പോയിന്റ് ആയിട്ട് ഇംപ്രൂവ് ആയി. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മാനേജ്മെന്റ് ഏകദേശം 1700 കോടിയുടെ ക്യാപെക്സ് ഗൈഡൻസ് ആണ് നൽകിയേക്കുന്നത്. അതിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഏകദേശം 2900 കോടി വരെ എത്താം. പിന്നെ നമുക്ക് ഇവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ബോറോയിങ്സ് 2024 ഫൈനാൻഷ്യലില് 26,006 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലില് 28,609 കോടിയായി. അതിൽ സെപ്റ്റംബർ 2025 ആയപ്പോഴേക്കും 31,589 കോടിയായി. ഇപ്പോൾ ലോങ് ടേം മുതൽ ഷോർട്ട് ടേം ബോറോയിങ്സ് രണ്ടും ഇവിടെ ഗ്രാജുവലി കൂടി. ഇനി നമ്മൾ ഇവർ ക്യാഷ് ഫ്ലോ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2024 ഫൈനാൻഷ്യലിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആയിരുന്നു. റിസീവബിൾസ് അതിൽ ഇൻവെന്ററി ബിൽഡപ്പ് കാരണം. 2025 ഫൈനാൻഷ്യലിൽ സ്ട്രോങ് റിക്കവറി ഉണ്ടായി. CFO 3,503 കോടിയായി. ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 CFO 1,390 കോടി എത്തി നിന്നു. CFO ബൈ പാറ്റ് 2024 ഫൈനാൻഷ്യൽ നെഗറ്റീവിൽ നിന്ന് ഇംപ്രൂവ് ആയി 2025 ഫൈനാൻഷ്യൽ 1.5x ആയി. അതിൽ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 അറൌണ്ട് 1x ആയി. ഇത് ബെറ്റർ ക്യാഷ് കൺവേർഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ റിസ്കിലേക്ക് വരുമ്പോൾ കമ്പനി ഡെറ്റ് ടു എബിറ്റ റേഷ്യോ 4x കൂടുതലാണ്. അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലാണ്. അപ്പൊ ഈ റേഷ്യോ കാണിക്കുന്നത് കമ്പനിക്ക് എത്ര നന്നായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉപയോഗിച്ച് ഡെറ്റ് റീപേ ചെയ്യാന്നുള്ള കാര്യമാണ്. ഇതിന്റെ ഡയറക്റ്റ് ഇമ്പാക്ട് ഇൻട്രസ്റ്റ് കോസ്റ്റിൽ ഇവിടെ വിസിബിൾ ആണ്. 2025 ഫൈനാൻഷ്യലില് EBITDA 6,575 കോടിയായിരുന്നു. എന്നാൽ 2,093 കോടി ഇൻട്രസ്റ്റിലേക്ക് പോയി. അപ്പൊ ഇതിന്റെ അർത്ഥം ഓപ്പറേറ്റീവ് പ്രോഫിറ്റിന് ഏകദേശം 32% ഡെറ്റ് സർവീസിന് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് ROCയിലും വിസിബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ കോമ്പറ്റേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. ഇപ്പൊ ഡെറ്റ് ലെവൽ ഇവിടെ കൂടുതലായിട്ട് തുടർന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയും ക്യാപിറ്റൽ എഫിഷ്യൻസിയും പ്രഷറിലാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ ഒപ്പം സ്റ്റീൽ, അയൺ, അലുമിനിയം പോലുള്ള റോ മെറ്റീരിയൽ പ്രൈസ് വോളറ്റിലിറ്റി ഉണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ മൊത്തം പ്രൈസ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യുന്ന ഇവിടെ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാർജിനിൽ ഇവിടെ പ്രഷർ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സ്റ്റോക്ക് വരുന്ന APL അപ്പോളോ ട്യൂബ്സ് ആണ്.
ജൂൺ 2025 സ്റ്റോക്ക് 1936 ലെവൽ ടച്ച് ചെയ്തു. അതിനുശേഷം ഏകദേശം 22% കറക്ഷൻ കാണിച്ചു. അതിനുശേഷം ഇവിടെ റിക്കവറി കണ്ടു. അതുപോലെ ഇപ്പൊ സ്ട്രോങ് വോളിയത്തോടെ പ്രീവിയസ് ഹൈയുടെ മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകി. ഇൻവെസ്റ്റേഴ്സ് ഒരു ഹെൽത്തി പുൾ ബാക്ക് ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ വാല്യൂഷൻ സൈഡിൽ കമ്പനി പി 54.46 അപ്പൊ ഇത് കോമ്പറ്റേറ്റീവ്സ് ഇതിൽ സെക്ടർ മീഡിയനേക്കാളും നല്ലപോലെ കൂടുതലാണ്. അതിൽ പി ജി 8.75 ആണ്. അപ്പൊ ഇത് സ്ലോ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇപ്പൊ പ്രൈസ് ടു ബുക്ക് 13.48 നിൽക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഇൻഡസ്ട്രിനെ വെച്ച് നോക്കുമ്പോൾ എലിവേറ്റഡ് ലെവലിലാണെന്നാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം EV/EBITDA 34.33 ആണ്. അതേസമയത്ത് സെക്ടർ മീഡിയൻ 11.2 അടുത്താണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പോസിറ്റീവ് ട്രെൻഡ്സ് വിസിബിൾ ആണ്. DI ഹോൾഡിംഗ്സ് 2025 ഫൈനാൻഷ്യലിൽ 16.74%, ഡിസംബർ 2025 19.91% കൂടി, 3% പോയിന്റ്സിലും കൂടുതൽ കൂടി. ഇനി നമ്മളിവിടെ ബിസിനസിനെ പറ്റി സംസാരിക്കുമ്പോൾ APL Apollo ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രക്ചർ സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചർ ആണ്. അപ്പൊ കമ്പനി 11 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസിനൊപ്പം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 ഏകദേശം 5 മില്യൺ ടൺ കപ്പാസിറ്റിന്റെ അടുത്ത് വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പനി ഹോട്ട് റോൾ കോയിൽ സ്റ്റീൽ എടുത്ത് അതിനെ സ്ട്രക്ചർ ട്യൂബ്സ് ആക്കിയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഹൗസിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 അറൌണ്ട് 64% റവന്യൂ ഹൗസിംഗ് സെഗ്മെന്റിനാണ് വരുന്നത്. 19% കൊമേഴ്ഷ്യൽ, 13% ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ 4% നമ്മൾ നോക്കുകയാണെങ്കിൽ അതർ സെഗ്മെന്റ്സിനാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഹൗസിംഗ് ആണ് കമ്പനിയുടെ ഏറ്റവും വലിയ റവന്യൂ കോൺട്രിബ്യൂട്ടർ എന്നുള്ള കാര്യമാണ്. അപ്പൊ കമ്പനിയുടെ APL Apollo പ്രീമിയം ബ്രാൻഡ് ഹയസ്റ്റ് പ്രൈസ് സെഗ്മെന്റിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ SG ബ്രാൻഡ് ലോവസ്റ്റ് പ്രൈസ് സെഗ്മെന്റ് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വാർട്ടർലി നമ്പേഴ്സ് നോക്കാം. ഇപ്പൊ ഡിസംബർ 2025 ക്വാർട്ടറിൽ സെയിൽസ് 5815 കോടി എത്തിയിരുന്നു. ഇയർ ഓവർ 7.03% ഗ്രോത്ത് ആണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇത് മെയിൻലി 11% വോളിയം കൂടിയെന്നാണ് വന്നത്. വോളിയം 9,17,000 ടൺസ് എത്തി. എക്സ്പെൻസ് ഗ്രോത്ത് സെയിൽസിനേക്കാളും താഴെ നിന്നു. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ബെനിഫിറ്റ് ഇവിടെ നൽകി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ ഏകദേശം 36% കൂടി. അതിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 200 ബേസിസ് പോയിന്റ് ആയിട്ട് ഇംപ്രൂവ് ആയി. അപ്പൊ ഈ ഒരു ഗ്രോത്തിന് സപ്പോർട്ട് ആയത് ബ്രാൻഡ് പ്രീമിയമൈസേഷൻ, അതിൽ SG ബ്രാൻഡ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇത് കാരണം 9 മന്ത് EBITDA പെർ ടൺ 5000 മേളിൽ ഇവിടെ നിന്നു. ഡിസംബറിൽ 3,75,000 ടൺ വിറ്റു. അപ്പൊ ഇത് ആനലൈസ് ബേസിൽ 4.4 മില്യൺ ടൺസ് വരും. അതിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അറൌണ്ട് 90% ആണ്. ഇപ്പൊ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ബോട്ടം ലൈനിൽ വിസിബിൾ ആണ്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ ഏകദേശം 43% കൂടി. അതിൽ നെറ്റ് മാർജിൻ 100 ബേസിസ് പോയിന്റ് ആയിട്ട് ഇംപ്രൂവ് ആയി. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്കിൽ മാനേജ്മെന്റ് Q4 ഫൈനാൻഷ്യൽ 2026 അതുപോലെ ഫൈനാൻഷ്യൽ 2027 ഏകദേശം 20% വോളിയം ഗ്രോത്ത് നൽകിയിട്ടുണ്ട്. അതിൽ 2026 ഫൈനാൻഷ്യലിൽ 3.55 മില്യൺ ടൺ സെയിൽസ് വോളിയം നേടുന്നതിൽ കോൺഫിഡന്റ് ആണ്. അതേസമയത്ത് 2027 ഫൈനാൻഷ്യലിലെ മിനിമം ടാർഗറ്റ് 4.2 മില്യൺ ടൺസ് ആണ്. അതുപോലെ വിഷൻ 2030 കീഴിൽ ഇൻസ്റ്റാൾ കപ്പാസിറ്റി 10 മില്യൺ ടൺസ് ആയിട്ട് കൂട്ടാനുള്ള റോഡ് മാപ്പ് ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സെഗ്മെന്റ് മെയിൻ ഗ്രോത്ത് ഫാക്ടർ ആയിട്ട് നിൽക്കും. അപ്പൊ മാർജിന്റെ ഫ്രണ്ടില് EBITDA ഗൈഡൻസ് Q4 ഫൈനാൻഷ്യൽ 2026-27 പെർ ടൺ 5500 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിച്ച് മോണിറ്റർ ചെയ്യണം. കാരണം സ്റ്റീൽ പ്രൈസ് വോളറ്റിലിറ്റി EBITനെ ഡയറക്റ്റ്ലി ഇവിടെ ബാധിക്കാം. അടുത്ത 2 വർഷത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റോഡ് മാപ്പ് 1500 കോടിയാണ്. അതിൽ ROCE 33% 40%-ലധികം കൂട്ടാനുള്ള ടാർഗറ്റ് ഉണ്ട്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ 2024 ഫൈനാൻഷ്യൽ ബോറോയിങ്സ് 1144 കോടിയായിരുന്നു. ഇത് 2025 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 634 കോടിയിലേക്ക് കുറഞ്ഞു. ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2026 ബോറോയിങ്സ് 715 കോടിയിൽ എത്തി നിന്നു. അപ്പൊ ഇവിടെ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് മെയിൻലി ഷോർട്ട് ടേം ബോറോയിങ്സ് കൂടിയതുകൊണ്ടാണ്. അപ്പൊ ക്യാഷ് ഫ്ലോ ട്രെൻഡും സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിന്നു. 2024 ഫൈനാൻഷ്യലിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 1112 കോടിയായിരുന്നു. അത് 2025 ഫൈനാൻഷ്യലിൽ 1213 കോടിയായി. അപ്പൊ ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2026 600 കോടി എത്തി. അപ്പൊ ഇവിടെ ഇൻവെന്ററി ബിൽഡപ്പിന്റെ ഇമ്പാക്ട് വിസിബിൾ ആയിരുന്നു. 2025 ഫൈനാൻഷ്യലിൽ CFO ബൈ പാറ്റ് 1.6x ആയിരുന്നു. അത് ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2026 1.1x ഡിക്ലൈൻ ആയി. അപ്പൊ ഇതിന്റെ അർത്ഥം ക്യാഷ് കൺവേർഷൻ സ്റ്റിൽ 1xന്റെ മേളിലാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി റിസ്ക് സൈഡിൽ ഒരു മെയിൻ ഫാക്ടർ റോ മെറ്റീരിയൽ വോളറ്റിലിറ്റി ആണ്. അപ്പൊ കമ്പനി സ്റ്റീൽ കൺവേർട്ടർ ആണ്. ഇവിടുത്തെ പ്രൈമറി റോ മെറ്റീരിയൽ വരുന്ന ഹോട്ട് റോൾഡ് കോയിൽ ആണ്, അതായത് HRC സ്റ്റീൽ. അപ്പൊ സ്റ്റീൽ പ്രൈസിലെ വോളറ്റിലിറ്റി മാർജിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാം. Q2 FY25 സ്റ്റീൽ പ്രൈസ് ഇടിഞ്ഞപ്പോൾ നല്ലൊരു ഇൻവെന്ററി ലോസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2026 ഇൻവെന്ററി ലെവലും കൂടെ കൂടി. അതിൽ ഈ ഒരു സെയിം പീരീഡിൽ ഷോർട്ട് ടേം ബോറോയിങ്സും കൂടി. ഇപ്പം സ്റ്റീൽ പ്രൈസ് നല്ലപോലെ ഇടിഞ്ഞാൽ മാർജിൻ ഇവിടെ പ്രഷറിലാവാം. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ റിസ്ക് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ തേർഡ് കമ്പനി ഇവിടെ വരുന്ന ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് ആണ്. ജൂലൈ 2024 സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 30% ഇവിടെ കറക്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് മൊമെന്റം വീണ്ടും ബിൽഡ് ചെയ്തു. അതിനുശേഷം ജാനുവരി 2026 സ്ട്രോങ് വോളിയത്തോടെ ഇവിടെ ബ്രേക്ക്ഔട്ട് നൽകി. 1272 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനിയിപ്പോൾ നമ്മൾ വാല്യുവേഷൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ
ബാങ്ക് 16x അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് പല കോമ്പറ്റേറ്റേഴ്സിനേക്കാളും താഴെയാണ്, അതുപോലെ മീഡിന്റെ അടുത്തുമാണ്. അതേസമയത്ത് PG നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 0.62 ആണ്. അപ്പൊ ഇത് സ്ട്രോങ് ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പ്രൈസ് ടു ബുക്ക് 2.01x ആണ്. അപ്പൊ ഇത് HDFC ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിനേക്കാളും താഴെയാണ്. ഇനി നമ്മളിവിടെ ബിസിനസിനെ പറ്റി പറയുവാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. 6110 ബ്രാഞ്ചുകൾ വഴി 54 മില്യൺ കസ്റ്റമേഴ്സിന് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാങ്ക് 3 മെയിൻ സെഗ്മെന്റിലാണ് പ്രവർത്തിക്കുന്നത്: കോർപ്പറേറ്റ് ഓർ ഹോൾസെയിൽ ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ്, അതുപോലെ ട്രഷറി. ഇപ്പൊ റീറ്റെയിൽ ആണ് ഇവരുടെ മെയിൻ സ്ട്രെങ്ത്. അപ്പൊ ഇത് ഏകദേശം 51 മില്യൺ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂർ ആണ്. നമ്മൾ സെഗ്മെന്റ് വൈസ് കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ് ഏകദേശം ടോട്ടൽ റവന്യൂലേക്ക് 63% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ ഏകദേശം 22%, അതുപോലെ ട്രഷറി 13% അടുത്ത്. ഇനി നമുക്ക് മെയിൻ ഓപ്പറേറ്റിംഗ് മെട്രിക്സ് നമുക്ക് നോക്കാം. ഡിസംബർ 2025 പ്രകാരം ടോട്ടൽ ലോൺ ബുക്ക് 11,59,000 എത്തി. ഇയർ ഓവർ ഇയർ 14% ഗ്രോത്ത് ആണ് ഇത് കാണിക്കുന്നത്. റീറ്റെയിൽ ലോണിന് 56% മിക്സ് ഉണ്ട്. അതേസമയത്ത് കോർപ്പറേറ്റ് ലോൺസ് 32% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അസറ്റ് ക്വാളിറ്റി സൈഡിൽ ഗ്രോസ് NPA, അതായത് 90 ദിവസത്തിലധികം റീപേയ്മെന്റ് ഡിലേ ആയ ബാഡ് ലോൺസ് 1.4% എത്തി. ഇയർ ഓവർ ഇയർ 6 ബേസിസ് പോയിന്റ് ആയിട്ട് ഇത് ഇംപ്രൂവ് ചെയ്തു. അതേസമയത്ത് നെറ്റ് NPA, അതായത് ആക്ച്വൽ ലോൺ ഡിഫാൾട്ടഡ് പോർഷൻ 0.42% ആണ്. ഇയർ ഓവർ ഇയർ 7 ബേസിസ് പോയിന്റ് ഇംപ്രൂവ്മെന്റ് ആണിത്. ഇനി നമ്മൾ സ്ലിപ്പേജ് റേഷ്യോ നോക്കിയാൽ, സ്ലിപ്പേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നല്ല ലോൺ പെട്ടെന്ന് NPA ഒന്ന് മെഷർ ചെയ്യുന്ന മെട്രിക് ആണ്. അപ്പോൾ ക്വാർട്ടർ ഫൈനാൻഷ്യൽ 2024 ഗ്രോസ് സ്ലിപ്പേജ് 2.11% ആയിരുന്നു. അതൊരു നെറ്റ് സ്ലിപ്പേജ് 1.11% ആയിരുന്നു. അപ്പൊ രണ്ടും ഇയർ ഓവർ ഇയർ ഇവിടെ കുറഞ്ഞു. അതേസമയത്ത് ക്രെഡിറ്റ് കോസ്റ്റ്, അതായത് ലോൺ ഡിഫാൾട്ടിൽ നിന്ന് വരുന്ന ടോട്ടൽ കോസ്റ്റ് ക്വാർട്ടർ ഫൈനാൻഷ്യൽ 2024 1.02% ആയിരുന്നു. അപ്പൊ ഇത് ഇയർ ഓവർ ഇയർ 26 ബേസിസ് പോയിന്റ് കുറവാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ക്രെഡിറ്റ് കോസ്റ്റ് അതിലെ സ്ലിപ്പേജിനെ പറ്റിയിട്ട് മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം. Believe would be normalized with effect in comparison to financial year 26. So we have had some one-off events. Firstly, they will get normalized. Secondly, credit cost cycle itself is witnessing a normalization from through cycle trough seen in financial year 23 and 24. So despite this normalization process, so for 23-24 were way lower than where they should be. Then we saw obviously a spike. Now we are kind of coming down to normalized levels, which will be slightly higher than financial year 23-24. Okay. But our view is that they will settle at levels lower than what we are seeing right now. നമ്മളുടെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓവർ ഇയർ 6% കൂടി. അപ്പൊ ഇത് മെയിൻലി വോളിയം ലെഡ് ഗ്രോത്ത് ആയിരുന്നു. കാരണം അഡ്വാൻസസ് 14% ഇയർ ഓവർ ഇയറും ഡിപ്പോസിറ്റ് 15% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ഇവിടെ കണ്ടു. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3.64% ഇവിടെ ഡിക്ലെയർ ആയി. അപ്പൊ ഇത് ഇയർ ഓവർ ഇയർ 29 ബേസിസ് പോയിന്റ് കുറവാണ്. അപ്പൊ ഏകദേശം 72% ബാങ്ക് ലോണും ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്, അതായത് റിപ്പോ ലിങ്ക് ലോൺസ്. അതുകൊണ്ട് റേറ്റ് കട്ട്സ് അല്ലെങ്കിൽ റേറ്റ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായ അതിന്റെ ഇമ്പാക്ട് പെട്ടെന്ന് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ പറ്റിയിട്ട് മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളതെന്നും കൂടി നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടു നോക്കുക. Margins, as we have stated in our various calls or we're in the silent period, interest rates have been cut by 125 basis points. We have to pass on the entire interest rates benefit to the customers. We haven't got the, we have not been able to recoup the entire amount from our customers in terms of passing on the cost of deposits. So it will take some time. But you are seeing NIM stabilizing. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇയർ ഓവർ ഇയർ 7% കൂടി. അപ്പൊ ഇത് ടോപ്പ് ലൈൻ ഗ്രോത്തിനേക്കാളും ചെറുതായിട്ട് ഇവിടെ കൂടുതലാണ്. അപ്പൊ ഇമ്പാക്ട് ബോട്ടം ലൈനിലും വിസിബിൾ ആണ്. അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 4% ഇവിടെ വളർന്നു. ഇനി നമ്മൾ ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ബാങ്ക് ഇൻഡസ്ട്രിയുടെ ആവറേജ് ക്രെഡിറ്റ് ഗ്രോത്തിനേക്കാളും ഏകദേശം 3 മുതൽ 4% കൂടുതൽ ഗ്രോത്ത് ഇവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ മാനേജ്മെന്റ് ഇവിടെ എന്താണ് പറയാനുള്ളതെന്നും കൂടി നിങ്ങൾ ഇവിടുന്ന് കേട്ടു നോക്കുക. In the medium term, which is defined as 3 to 5 years, we believe our advances growth will be above the industry growth rate. So yes, obviously the credit growth rate is picking up. The numbers seem to indicate that. The deposit growth rate seems to be a bit tepid. But our view is that given the pipeline we have, given the momentum which we are seeing, this year we should be able to maintain a growth rate higher. ഇനിയിപ്പോ റിസ്ക് സൈഡില് Q3 FY26 നെറ്റ് ക്രെഡിറ്റ് കോസ്റ്റ് 0.76% കൂടി. അപ്പൊ ഇത് മുന്നത്തെ ക്വാർട്ടറിനേക്കാളും കൂടുതലാണ്. അതിൽ ഗ്രോസ് സ്ലിപ്പേജ് 6,007 കോടിയിലുള്ളൂ. അപ്പൊ ഇത് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കംപ്രഷനും സ്ലോവർ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നിയർ ടേമിൽ പ്രോഫിറ്റബിലിറ്റിയിൽ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ട്രെൻഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ 3 ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ്: APL Apollo, ആക്സിസ് ബാങ്ക്, അതുപോലെ TVS മോട്ടോഴ്സും. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കമ്പനികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലോട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.